الرحمن علم القرآن خلق الإنسان. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അത്തഹസ്സുലിൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ, അറിവ് പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും നമ്മുടെ ദീന് വലിയ പുണ്യവും ശ്രേഷ്ഠതയും മഹത്വവും പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിൽ ആദ്യം ഇറങ്ങിയ ആയത്ത് തന്നെ വായിക്കാനുള്ള കൽപ്പനയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. വായനയും പഠനവും അറിവ് തേടിയുള്ള യാത്രകളുമൊക്കെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ച ദീനാണ് നമ്മുടെ ദീൻ. ബദറിൽ മുസ്ലിങ്ങൾ 70 ശത്രുക്കളെ യുദ്ധത്തടവുകാരായിട്ട് പിടിച്ചിരുന്നു. അവരുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല തീരുമാനങ്ങളാണ് എടുത്തത്. ഓരോരുത്തരുടെയും അവസ്ഥയും സാഹചര്യമൊക്കെ പരിഗണിച്ചിട്ട് അനുയോജ്യമായ തീരുമാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരുമായിട്ട് കൂടി ആലോചിച്ച് എടുക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ഒക്കെ യുദ്ധത്തടവുകാരുടെ വിഷയത്തിൽ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനത്തെ പറ്റിയിട്ടും അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയത്തെ പറ്റിയിട്ടൊക്കെ ഉണർത്തുന്നുമുണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ജസ്റ്റ് അറിവിൻ്റെ ഒരു മഹത്വം ബോധ്യപ്പെടാൻ, ഇൽമിൻ്റെ ശ്രേഷ്ഠത ബോധ്യപ്പെടാൻ ഒരു ചെറിയ ഉദാഹരണം എന്ന നിലക്കാണ് ഈ സംഭവം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൽ യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ട ചില മനുഷ്യന്മാരെ മുസ്ലിങ്ങൾക്ക് എഴുത്ത് പഠിപ്പിച്ചു കൊടുക്കുക എന്ന നിബന്ധനയോടുകൂടി വിട്ടയക്കുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ സാദുൽ മആദിൽ ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തടവുകാരോട് കാണിച്ച പലതരത്തിലുള്ള നിലപാടുകൾ എടുത്തു പറയുന്നുണ്ട്. ചിലരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വധിച്ചു കളയുകയാണ് ചെയ്തത്. ചിലരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔദാര്യം കാണിച്ചു. ചിലർക്ക് പണം പ്രായശ്ചിത്തമായിട്ട് നിശ്ചയിച്ച് വിട്ടയച്ചു. ചിലരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിങ്ങൾക്ക് എഴുത്ത് പഠിപ്പിക്കാനുള്ള ആളുകളാക്കി നിശ്ചയിക്കുകയാണ്. അവർക്കുള്ള പ്രായശ്ചിത്തം അതായിരുന്നു. അപ്പോൾ ഒരു യുദ്ധ തടവുകാരനെ വിട്ടയക്കാനുള്ള പ്രായശ്ചിത്തമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ചത് മുസ്ലിങ്ങൾക്ക് എഴുത്ത് പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ്. അപ്പം അവിടെ നമ്മൾ ശരിക്ക് കാണുന്നത് ആ കിതാബത്ത് പഠിപ്പിച്ചു കൊടുക്കുക, എഴുത്ത് പഠിപ്പിച്ചു കൊടുക്കുക എന്ന കാര്യത്തിൻ്റെ ആ ഒരു വലിപ്പമാണ്. ഉപകാരപ്രദമായ ഏതറിവിനും മഹത്വമുണ്ട്. ആ അറിവുകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയും പുണ്യവുമുള്ള അറിവുകളിലൊന്നാണ് ഖുർആനെ പറ്റിയിട്ടുള്ള അറിവ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കുക. അള്ളാഹു ഉപകാരപ്രദമായ അറിവ് നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ചു വരട്ടെ. സൂറത്തുർ റഹ്മാനിലെ 56 മുതലുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. നിലവിൽ നമ്മൾ സ്വർഗത്തിലെ അനുഭൂതികളെ പറ്റിയിട്ടും അവിടെ അള്ളാഹു അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള അനുഗ്രഹങ്ങളെ പറ്റിയിട്ടുമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന ആയത്തുകളിൽ അള്ളാഹു നമ്മളോട് പറയുന്നത് സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ചിട്ടാണ്. സ്വർഗീയ വിഭവങ്ങളിൽ ഒരു മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന വിഭവങ്ങളിലൊന്നാണ് സ്വർഗീയ സ്ത്രീകൾ. അവരെ പറ്റിയിട്ടാണ് ശേഷമുള്ള 1-2 ആയത്തുകളിൽ അള്ളാഹു പറയുന്നത്. ഖുർആനിൻ്റെ പല ഭാഗങ്ങളിലും അവരെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ അള്ളാഹു വിവരിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതും ഇന്നത്തെ ഈ ഒരു ദർസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. ബാറക്കല്ലാഹു ഫീക്കും. 56-ാമത്തെ ആയത്ത് മുതലുള്ള ഭാഗം നമുക്കൊന്ന് പാരായണം ചെയ്യാം. നിങ്ങൾ കൂടെ ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فيهن قاصرات الطرف لم يطمثهن إنس قبلهم ولا جان
فبأي آلاء ربكما تكذبان كأنهن الياقوت والمرجان فبأي آلاء ربكما تكذبان هل جزاء الإحسان إلا الإحسان فبأي آلاء ربكما تكذبان 56 മുതൽ 61 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഓതിയത്. തൊട്ട് മുമ്പുള്ള ഭാഗത്ത് സ്വർഗത്തിലെ വിരിപ്പിനെ പറ്റിയിട്ടും സ്വർഗത്തിലെ പഴങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു. ഇനി ശേഷം 56-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ് ഫീഹിന്ന, അവയിലുണ്ട്. അവയിലുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നതിൽ പല നിലക്കുള്ള തഫ്സീറുകൾ നമുക്ക് കാണാൻ കഴിയും. ആ വിരിപ്പുകളിലുണ്ട്, ആ വിരിപ്പിനെ പറ്റിയിട്ടാണല്ലോ തൊട്ട് മുമ്പ് പറഞ്ഞത്. അപ്പോൾ ആ വിരിപ്പുകളിലുണ്ട് എന്നായിരിക്കാം അർത്ഥം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ 2 സ്വർഗത്തോപ്പുകളുണ്ടല്ലോ, ആ സ്വർഗത്തോപ്പുകളിലുണ്ട് എന്ന ഉദ്ദേശമായിരിക്കാം. ഇനി അതല്ല എങ്കിൽ ശേഷം വരാൻ പോകുന്ന 2 സ്വർഗത്തോപ്പുകളെ പറ്റിയിട്ടുള്ള പരാമർശം കൂടിയുണ്ട്. അപ്പോൾ അതും കൂടി ഉൾക്കൊള്ളിച്ച് 4 സ്വർഗത്തോപ്പുകളിലും ഉണ്ട് എന്ന നിലക്കും ആകാം. എന്ന നിലക്കൊക്കെയുള്ള തഫ്സീറുകൾ കാണാം, നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ ഏതായാലും ഫീഹിന്ന, അവയിലുണ്ട്. ഖാസിറാത്തു തർഫി, ഖാസിറത്തു തർഫ് എന്ന് അറബി ഭാഷയിൽ അങ്ങേയറ്റം ലജ്ജയുള്ള, ഭർത്താക്കന്മാരെ അല്ലാതെ നോക്കാത്ത, അവരുടെ നോട്ടം ഭർത്താവിൽ മാത്രം ചുരുക്കുന്ന പെണ്ണുങ്ങൾക്ക് പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണത്. ഖാസിറത്തു തർഫ്. ഖസറ യഖുസുറു ഖസ്റൻ അല്ലെങ്കിൽ കുസൂറൻ എന്ന് പറഞ്ഞാൽ ചുരുക്കുക, കുറക്കുക, പരിമിതപ്പെടുത്തുക എന്നൊക്കെയാണ് അർത്ഥം. അതാണ് ഖാസിറുൻ എന്ന് പറഞ്ഞാൽ ചുരുക്കുന്നവൻ. നിസ്കാരം ഖസറാക്കുക എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. 4 റക്അത്തുള്ള നിസ്കാരം ചുരുക്കിയിട്ട് 2 ആക്കി നിർവഹിക്കുന്നതിനാണ് ഖസർ എന്ന് പറയുക. അപ്പം അങ്ങനെ ചുരുക്കുക എന്ന അർത്ഥമാണ് ഖസറ യഖുസുറു ഖസ്റൻ എന്ന പദത്തിനുള്ളത്. അതിൽ നിന്നാണ് ഖാസിറുൻ എന്ന പദം വരുന്നത്, ചുരുക്കുന്നവൻ, പരിമിതപ്പെടുത്തുന്നവൻ. ആ ഖാസിറുൻ എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് ഖാസിറത്തുൻ, അതിൻ്റെ ബഹുവചനമാണ് ഖാസിറാത്തുൻ. ഇവിടെ ഖാസിറാത്തു തർഫി എന്നാണ്. തർഫുൻ എന്ന് പറഞ്ഞാൽ കണ്ണ്, നോട്ടം, ദൃഷ്ടി എന്നൊക്കെ അർത്ഥം അറബി ഭാഷയിലുണ്ട്. അപ്പോൾ ഖാസിറത്തു തർഫ് എന്ന് പറഞ്ഞാൽ നോട്ടം ചുരുക്കുക എന്ന് പറഞ്ഞാൽ കണ്ണുകളെ നിയന്ത്രിക്കുക. അപ്പോൾ ഫീഹിന്ന, ആ സ്വർഗത്തോപ്പുകളിലുണ്ട് അല്ലെങ്കിൽ ആ സ്വർഗത്തിലെ വിരിപ്പുകളിലുണ്ട് കണ്ണുകളെ നിയന്ത്രിക്കുന്ന പെണ്ണുങ്ങൾ. കണ്ണുകളെ നിയന്ത്രിക്കുന്ന പെണ്ണുങ്ങൾ അവിടെയുണ്ട്. ലം യത്മിസ്ഹുന്ന, അവരെ സ്പർശിച്ചിട്ടില്ല. തൊമസ യത്മിസു തൊംസൻ എന്ന് പറഞ്ഞാൽ തൊടുക, സ്പർശിക്കുക അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ തൊമസ എന്നതിന് പറയപ്പെട്ടിട്ടുള്ള ഒരു അർത്ഥം പറയുന്നുണ്ട്. കന്യകയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനാണ്, ജിമാ ചെയ്യുന്നതിനാണ് തൊമസ എന്ന് പറയുക. ഏതായാലും ഇവിടെ അള്ളാഹു പറയാണ് ലം യത്മിസ് ഹുന്ന, അവരെ സ്പർശിച്ചിട്ടില്ല. ആ സ്വർഗത്തിലെ കണ്ണുകൾ നിയന്ത്രിക്കുന്ന സ്ത്രീകളെ തൊട്ടിട്ടില്ല. ഇൻസുൻ, ഒരു മനുഷ്യനും, ഖബ്ലഹും, അവർക്ക് മുമ്പ്. അഥവാ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ ദിവസത്തെയും സമയത്തെയൊക്കെ ഓർത്തിട്ട് തൻ്റെ മനസ്സുകളെ നിയന്ത്രിച്ച, മോഹങ്ങൾക്ക് കടിഞ്ഞാനിട്ട ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ള സൗഭാഗ്യങ്ങളെ പറ്റിയിട്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് ഈ സ്വർഗീയ സ്ത്രീകൾ. അവർ ആ സ്ത്രീകളെ സ്പർശിക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യനും അവരെ തൊട്ടിട്ടില്ല. വല ജാൻ, ഒരു ജിന്നും അവരെ സ്പർശിച്ചിട്ടില്ല. ഇമാം സഅദി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, ഈ പറഞ്ഞ സ്വർഗീയ സ്ത്രീകൾ അവരുടെ ഇണകളിൽ മാത്രം അവരുടെ ദൃഷ്ടി ചുരുക്കുന്നവരാണ്. കാരണം അവർക്ക് വേറൊരാൾ നോക്കേണ്ട കാര്യമില്ല. ഇവരുടെ ഇണകൾ തന്നെ അങ്ങേയറ്റം ഭംഗിയും സൗന്ദര്യവും ഉള്ള ആളുകളായിരിക്കും. ഇവരോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേറൊരാൾ നോക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെയാണ് നേരെ തിരിച്ചും. ഈ ഭർത്താക്കന്മാരുടെ ദൃഷ്ടി ഈ പെണ്ണുങ്ങളെ വിട്ടിട്ട് അപ്പുറത്തേക്ക് പോവുകയും ഇല്ല. അവരുടെ ഭംഗിയും സൗന്ദര്യവും അവരിൽ അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ള കൗതുകവും കാരണം. ഏതായാലും ഖാസിറാത്തു തർഫ്,
നോട്ടം നിയന്ത്രിക്കുക, ദൃഷ്ടി നിയന്ത്രിക്കുന്ന സ്ത്രീകൾ എന്നതിന് രണ്ട് നിലക്കുള്ള തഫ്സീറുകൾ നമുക്ക് കാണാൻ കഴിയും. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, ഒന്നാമത്തെ അഭിപ്രായം ഈ സ്വർഗീയ സ്ത്രീകൾ അവരുടെ ദൃഷ്ടി വേറെ ഒരാളിലേക്ക് പോകൂല, അവരുടെ ഇണകളെ മാത്രമാണ് അവർ നോക്കുക. അപ്പൊ ഈ ഒന്നാമത്തെ അഭിപ്രായ പ്രകാരം ഈ നോട്ടം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ആ പെണ്ണുങ്ങളാണ് അവരുടെ നോട്ടം നിയന്ത്രിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഈ ഭർത്താക്കന്മാർ ഇവരിലേക്ക് നോക്കുള്ളൂ, ഇവരുടെ അപ്പുറത്തേക്ക് പോകൂല. ഇവരുടെ സൗന്ദര്യവും ഭംഗിയും കാരണം ഇവരിൽ ഇണകളുടെ ആ നോട്ടം ഒതുങ്ങുന്നു എന്നും അർത്ഥമുണ്ട്. അപ്പൊ ഏതായാലും രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടം നിയന്ത്രിക്കുന്നവർ തന്നെയാണ്. അവരുടെ സൗന്ദര്യം ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ആളുകളല്ല എന്ന് ചുരുക്കം. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ഫീഹിന്ന എന്ന പദത്തിന് പലതരത്തിലുള്ള തഫ്സീറുകൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവിടെ ഉദ്ദേശം? അവയിൽ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഏതിലാണ് ഈ സ്ത്രീകൾ ഉണ്ട് എന്ന് പറയുന്നത്? ഒന്ന്, നേരത്തെ അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ള രണ്ട് സ്വർഗത്തോപ്പുകൾ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ എന്ന് പറഞ്ഞ ആ രണ്ട് സ്വർഗത്തോപ്പുകൾ, അതാണ് ഫീഹിന്ന എന്നുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞവരുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, അക്സറുൽ ഉലമ, ഭൂരിഭാഗം പണ്ഡിതന്മാരും ആ അഭിപ്രായം പറഞ്ഞവരാണ്. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുന്നു, ശേഷം അള്ളാഹു പറയാൻ പോകുന്ന രണ്ട് സ്വർഗത്തോപ്പുകളുണ്ട്. 62-ാമത്തെ ആയത്തിലാണ് അതിനെ പറ്റിയിട്ടുള്ള പരാമർശം വരുന്നത്, വമിൻ ദൂനിഹിമാ ജന്നത്താൻ. അപ്പൊ ആ രണ്ട് സ്വർഗത്തോപ്പുകളും നേരത്തെ പറഞ്ഞ രണ്ട് സ്വർഗത്തോപ്പുകളും ഉൾക്കൊള്ളിച്ച് 4 സ്വർഗത്തോപ്പുകളെ പറ്റിയിട്ടാണ് ആ ഫീഹിന്ന എന്നത് പറയുന്നത് എന്നാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലക്ക് തെരഞ്ഞെടുക്കുന്ന അഭിപ്രായം. ഇനി മൂന്നാമത്തെ വേറൊരു അഭിപ്രായം ഇബ്നു കസീർ റഹിമഹുല്ലൊക്കെ പറയുന്നത്, ഫീഹിന്ന എന്ന് പറഞ്ഞാൽ അതാ വിരിപ്പാണ് ഉദ്ദേശം. തൊട്ട് മുമ്പ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ആ വിരിപ്പുകളെ പറ്റിയിട്ടാണല്ലോ. അപ്പൊ ആ വിരിപ്പിൽ സ്വർഗക്കാരിയ്ക്കുമ്പോൾ അവരുടെ കൂടെ ഈ പറഞ്ഞ സ്വർഗീയ സ്ത്രീകളും ഉണ്ടാകുമെന്നാണ് ഉദ്ദേശം. വല്ലാഹു അലം. ഏതായാലും ഈ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ പരിഗണിച്ചാലും സ്വർഗത്തിൽ സ്വർഗീയ സ്ത്രീകൾ ഉണ്ടാകുമെന്നും അവരുടെ സൗന്ദര്യവും ശരീരവും സ്വർഗക്കാരനായ ഒരാൾ ആസ്വദിക്കുമെന്നും ഈ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി ഈ ആയത്ത് പഠിപ്പിക്കുന്ന സമയത്ത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല, ഇമാം ഖുർത്തുബി റഹിമഹുല്ല, ഇബ്നു കസീർ റഹിമഹുല്ലൊക്കെ പറയുന്നുണ്ട്, ജിന്നുകളും സ്വർഗത്തിൽ ഉണ്ടാകുമെന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് ഈ ആയത്ത്. ഇമാം ഖുർത്തുബി പറയുന്നുണ്ട്, ജിന്നുകൾക്ക് ജിന്നുകളാണ് ഇണകളായിട്ട് ഉണ്ടാവുക, മനുഷ്യർക്ക് മനുഷ്യരുമാണ് ഇണകളായിട്ട് ഉണ്ടാവുക. സ്വർഗത്തിൽ ജിന്നുകൾക്ക് ജിന്നുകൾ ഇണകളായിട്ടുണ്ടാകും, മനുഷ്യർക്ക് മനുഷ്യർ ഇണകളായിട്ട് ഉണ്ടാകും. ശേഷം അള്ളാഹു ഈ സൂറത്തിൽ ആവർത്തിച്ചു വരുന്ന ആ ആയത്ത് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അപ്പോൾ നിങ്ങൾ ഇരു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? കഅന്നഹുന്നൽ യാഖൂതു വൽ മർജാൻ. 58-ാമത്തെ ആയത്താണത്. ആ സ്വർഗീയ സ്ത്രീകളുടെ വിശേഷണം വീണ്ടും പറയുന്നു അള്ളാഹു, അവർ മാണിക്യത്തെയും പവിഴത്തെയും പോലെയായിരിക്കും. അവർ മാണിക്യവും പവിഴവും പോലെ ഇരിക്കും. അൽ യാക്കൂത്ത് എന്ന് പറഞ്ഞാൽ മാണിക്യമാണ്, അൽ മർജാൻ എന്ന് പറഞ്ഞാൽ പവിഴവുമാണ്. യാക്കൂത്തായാലും മർജാനായാലും രണ്ടും നല്ല വിലപിടിപ്പുള്ള അമൂല്യമായ വസ്തുക്കളാണ്. മാണിക്യവും പവിഴവും, യാക്കൂത്തും മർജാനും അവയെപ്പോലെയായിരിക്കും ഈ സ്വർഗീയ സ്ത്രീകളെന്നാണ് ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്. അവരുടെ തെളിച്ചം കൊണ്ട്, അവരുടെ ഭംഗിയും സൗന്ദര്യവും കാരണം അങ്ങനെയാണ് അള്ളാഹു അവരെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, അൽ യാക്കൂത്ത് എന്നത് സ്വർഗീയ സ്ത്രീകളുടെ തെളിച്ചത്തെയും അൽ മർജാൻ എന്നത് അവരുടെ ചുവപ്പ് നിറത്തെയും അറിയിക്കുന്നതാണ്. മർജാൻ എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറത്തിലുള്ളതാണ്. അപ്പൊ അവരുടെ കവിൾത്തടങ്ങളൊക്കെ ചുവന്നതായിരിക്കും എന്ന സൂചനയാണ് അത് തരുന്നത്. ശേഷം വീണ്ടും അള്ളാഹു പറയുന്നു, ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അപ്പോൾ നിങ്ങൾ ഇരു കൂട്ടരുടെയും റബ്ബിന്റെ ഏതു അനുഗ്രഹത്തെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? പിന്നെ 60-ാമത്തെ ആയത്ത്, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മ ചെയ്തതിന്, പുണ്യം ചെയ്തതിൻ്റെ പ്രതിഫലം നന്മ ചെയ്തു കൊടുക്കുകയല്ലാതെ വേറെ വല്ലതുമാണോ? നന്മ ചെയ്തതിൻ്റെ പ്രതിഫലം തിരിച്ചും നന്മ ചെയ്യുക എന്നതാണ്. ഫഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ജസാ എന്ന് പറഞ്ഞാൽ പ്രതിഫലം എന്നാണ് അർത്ഥം. അൽ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നന്മ, പുണ്യം എന്നൊക്കെയാണ്.
ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നു, ഇവിടെ അൽ ഇഹ്സാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഇഹ്സാൻ മനുഷ്യന്മാർ ചെയ്ത നന്മയെയാണ് അറിയിക്കുന്നത്, അവരുടെ അമലിനെയാണ് അറിയിക്കുന്നത്. അതിനെയാണ് ഇഹ്സാൻ, പുണ്യം, നന്മ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് വന്നിട്ടുള്ള ഇഹ്സാൻ, ആയത്തിൻ്റെ അവസാനത്തിൽ വന്നിട്ടുള്ള ഇഹ്സാൻ കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹു തരുന്ന പ്രതിഫലവുമാണ്. അപ്പോൾ മനുഷ്യർ ചെയ്ത നന്മ, പുണ്യം, ഇബാദത്ത്, അതിന് പകരം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നന്മയല്ലാതെ മറ്റു വല്ലതും ഉണ്ടാകുമോ? ചെറിയ നന്മകൾക്ക് പോലും വലിയ 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 പ്രതിഫലം തരുന്നവനാണ് നമ്മുടെ റബ്ബ്. ആ റബ്ബ് അവൻ്റെ നല്ല അടിമകൾക്ക് വേണ്ടി ചെറിയ കർമ്മങ്ങൾക്ക് പോലും ഒരുക്കി വച്ചിട്ടുള്ള വലിയ പുണ്യങ്ങൾ, പ്രതിഫലങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് ഊഹിച്ചു നോക്കുക. ഊഹിച്ചാലും ചിന്തിച്ചാലും നമുക്കത് തിരിയൂല. എന്നാലും അതിൻ്റെ വിശാലതയും അതിൻ്റെ സൗന്ദര്യവും ഭംഗിയും ആസ്വാദനവും എത്ര വലുതായിരിക്കും. അള്ളാഹു നമ്മളൊക്കെ ആ സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, അതാണ് 62-ാമത്തെ ആയത്ത്. ഇനി ശേഷം അള്ളാഹു സ്വർഗത്തിലെ തന്നെ വേറെ തോട്ടങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. അത് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് വിശദമായിട്ട് പറയാം. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സ്വർഗീയ സ്ത്രീകളെ പറ്റിയിട്ട് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള ചില വിശേഷണങ്ങൾ കൂടി നമുക്കൊന്ന് കാതോർക്കാം. സ്വർഗക്കാർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ പറയുമ്പോൾ 52-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വസവ്വജ്നാഹും ബിഹൂരിൻ ഐൻ, വിടർന്ന കണ്ണുകളുള്ള വെളുത്ത തരുണികളെ നാം അവർക്ക് ഇണ ചേർത്ത് കൊടുക്കുകയും ചെയ്യും. മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഹൂറുൻ എന്ന വാക്കിന് വെളുത്ത സുന്ദരികളെന്നും കണ്ണിൻ്റെ വെള്ള ഭാഗം നല്ല വെളുപ്പും കറുത്ത ഭാഗം നല്ല കറുപ്പുമായി ആകർഷണമുള്ള ആളുകൾ എന്ന അർത്ഥവുമൊക്കെ നൽകപ്പെട്ടിട്ടുണ്ട്. ഐൻ എന്ന വാക്കിന് വിശാല നേത്രമുള്ളവർ എന്നും ആകർഷിക്കുന്ന കണ്ണുകളോട് കൂടിയുള്ളവർ എന്നുമൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ആകർഷവും അതിസുന്ദരവുമായ ശരീരത്തോടെയും നേത്രങ്ങളോടെയും ആയിരിക്കും സ്വർഗത്തിലെ തരുണീമണികൾ ഉണ്ടാവുക എന്ന് അർത്ഥം. വഹൂറുൻ ഐൻ കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ, വിശാലമായ നയനങ്ങളുള്ള വെളുത്ത തരുണികൾ ഒളിപ്പിച്ചു വെക്കപ്പെട്ട മുത്തുപോലെയായിരിക്കും അവരുണ്ടാവുക. സൂറത്തുൽ വാഖിഅയിലെ 22-23 ആയത്തുകളാണ്. അപ്പോൾ ഈ ആയത്തുകളൊക്കെ അറിയിക്കുന്നത് സ്വർഗീയ സ്ത്രീകളുടെ സൗന്ദര്യത്തെ പറ്റിയിട്ടാണ്. ഇനി അവരുടെ സ്വഭാവ മഹിമ എന്താണ്? ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അത് സൂറത്തുർ റഹ്മാനിൽ തന്നെ വരുന്ന ആയത്താണ്. അത് ആ ഭാഗം എത്തുമ്പോൾ നമുക്ക് വിശദമായിട്ട് പറയാം. ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ, അവിടെ നല്ല സൗന്ദര്യമുള്ള നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായ പെണ്ണുകളുണ്ട്. വകവാഇബ അത്റാബ, സൂറത്തു അന്നബയിലെ 33-ാമത്തെ ആയത്താൻ. തുടുത്ത മാർവിടമുള്ള സമപ്രായക്കാരായ തരുണികളാണവർ. അല്ലെ, സ്വർഗത്തിലെ ഇണകൾ സമപ്രായക്കാരായിരിക്കും. സ്വർഗത്തിലെല്ലാവർക്കും 33 വയസ്സായിരിക്കും പ്രായം. ഒരു മനുഷ്യന് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ അതിൻ്റെ ഏറ്റവും നല്ല അവസ്ഥയിൽ ആസ്വദിക്കാൻ കഴിയുന്നൊരു പ്രായമാണ് അത് എന്നൊക്കെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്. ഏതായാലും സ്വർഗത്തിലെ സ്ത്രീകൾ സമപ്രായക്കാരായിരിക്കും, മാർവിടം തുടുത്തവരായിരിക്കും. സൂറത്തുൽ വാഖിയയിലെ തന്നെ 35 മുതൽ 37 വരെയുള്ള ആയത്തുകളൊന്ന് കേൾക്കുക. ഇന്ന അൻശഅനാഹുന്ന ഇൻഷാ, ആ സ്വർഗീയ സ്ത്രീകളെ ഒരു പ്രത്യേക പ്രകൃതിയോടെയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഫജഅൽനാഹുന്ന അബ്കാറ, അവരെ അള്ളാഹു കന്യകകളാക്കിയിരിക്കുന്നു. ഉറുബൻ അത്റാബ, അവർ സ്നേഹവതികളും സമപ്രായക്കാരും ആയിരിക്കും. സഹീഹുൽ ബുഖാരിയിലെ ഒരു ഹദീസ് ശ്രദ്ധിക്കുക. സ്വർഗത്തെ പറ്റിയിട്ട് നമുക്ക് ഏറെ ആവേശം നൽകുന്ന ഒരു ഹദീസാണത്. വലൗ അന്ന ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്നതി ഇത്തലഅത് ഇലാ അഹ്ലിൽ അർദ്, സ്വർഗത്തിലെ ഏതെങ്കിലും ഒരു പെണ്ണ് ഭൂനിവാസികളിലേക്ക് എത്തി നോക്കിയിരുന്നുവെങ്കിൽ ല അദാഅത് മാ ബൈനഹുമാ, ആകാശഭൂമികൾക്കിടയിലുള്ള സ്ഥലം അവൾ പ്രകാശപൂരിതമാക്കും. വലമലഅത്ഹു റീഹൻ, അവിടെയൊക്കെ അവൾ സുഗന്ധം പരത്തും. വലനസീഫുഹ അലാ റഅസിഹ, അവളുടെ തലയിലുള്ള ശിരോവസ്ത്രം ഖൈറും മിനദ് ദുനിയ വമാ ഫീഹ, ഈ ദുനിയാവിനേക്കാളും അതിലുള്ളതിനേക്കാളും ശ്രേഷ്ഠമായതാണ്, ഖൈറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
ഏതായാലും ഹൂറുൻ ഐനെ പറ്റിയിട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആർക്കാണ് ഇത് അള്ളാഹു തരിക എന്നതാണ്. ആർക്കുള്ള സമ്മാനമാണത്, ആർക്കുള്ള വിഭവമാണത്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അള്ളാഹുവിൻ്റെ സന്നിധിയെ ഭയപ്പെട്ടവൻക്ക് 2 സ്വർഗത്തോപ്പുകളുണ്ട്. ആ സ്വർഗത്തോപ്പുകളിലുള്ള സ്ത്രീകളെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. ആ കൂട്ടത്തിൽ എത്തിപ്പെടാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്, പരിശ്രമിക്കേണ്ടത്. അള്ളാഹു നമ്മളെല്ലാവരെയും സ്വർഗത്തിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.